വയനാട് മൂലങ്കാവ് സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിച്ചതിൽ വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടി. പ്രധാന അധ്യാപികയോടാണ് DD റിപ്പോർട്ട് തേടിയത്. മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. എന്നെ പരിചയപ്പെടാന്ന് പറഞ്ഞിട്ടാണ് ചെക്കന്മാർ കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ ചോറിന്ന് കഴിയുക നേരത്താണ് അവർ വന്നത്. കുറേ ചെക്കന്മാർ കൂടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ചെക്കൻ വേഗം വന്നിട്ട് കത്രിക കൊണ്ട് ഇവിടെ കുത്തി കീറി. അപ്പോഴത്തേക്ക് അവൻ പോയി. എന്നിട്ട് വേറൊരു ചെക്കൻ വന്ന് ചവിട്ടിയിട്ടിട്ട് കുത്താണ് ചെയ്തത്. നെഞ്ചത്തേക്ക് കുത്താൻ ശ്രമിച്ച്. അപ്പം ഞാൻ പിടിച്ചു വെച്ചപ്പോഴാണ് ഇങ്ങോട്ട് കുത്തിയത്. പിന്നെ ഇവിടെ തലയിലുണ്ട്. പിന്നെ ഇവിടെ ഇടിച്ചിട്ട് കമ്മൽ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ ഇടിച്ചിട്ട് നീര് വെച്ചിട്ടുണ്ട്. മൂക്കിലിടിച്ചിട്ട് മൂക്ക് നീര് വെച്ചിട്ടുണ്ട്. 2 വിദ്യാർത്ഥികളെ 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ കൂടുതൽ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് PTA പ്രസിഡന്റ് അറിയിച്ചു. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത്. സുർജിത്ത്, ഈ വിധത്തിൽ DD പ്രധാനാധ്യാപികയോടൊരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടി പറയുന്ന അനുസരിച്ച് എന്താണ് ഇതിനൊരു പ്രകോപനമെന്ന് മനസ്സിലാക്കുന്നില്ല. ഈ ചെറിയ കുട്ടികൾ, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇത്രയധികം ക്രൂരത സഹപാഠിയോട് കാണിക്കാൻ മാത്രം എന്താണ് കാരണമുണ്ടായത്? ഏത് രീതിയിലാണ് സ്കൂൾ അധികൃതർ ഇതിനെ കാണുന്നത്? റിപ്പോർട്ട് എന്ന് സമർപ്പിക്കും. ക്രിസ്റ്റീന, എന്താണ് ഇങ്ങനെ ഒരു സംഭവത്തിന് കാരണം? എന്താണ് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായതിനെ സംബന്ധിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾക്ക് മുതിരുകയാണ് PTA യോഗം അല്പസമയം മുമ്പാണ് കഴിഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം ഉണ്ടായ മൂലങ്കാവ് സ്കൂളിലാണ്. PTA ഭാരവാഹികളാണ് ഈ കാണുന്നത്. K. നബി പ്രസിഡന്റാണ്. അദ്ദേഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുക. എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് നിങ്ങൾ നടത്തുക? എന്താണ് ഈ പ്രകോപനത്തിന് കാരണം എന്നുള്ള വല്ല സൂചനയുണ്ടോ? പ്രകോപനത്തിന് കാരണം എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഒരു സ്കൂളിനകത്ത് നടക്കാൻ വേണ്ടി പാടില്ലാത്ത അനിഷ്ട സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് തന്നെയാണ് PTA എന്ന നിലയ്ക്ക് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ 7 ദിവസത്തേക്ക് ഈ 2 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ കൂടി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ശക്തമായ കർശനമായ നടപടി എടുത്തു പോകും. ശബരിനാഥിൻ്റെ കുടുംബത്തിനും ശബരിനാഥനും നീതി ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത്. 2 കുട്ടികൾ മാത്രമാണ് ഉൾപ്പെട്ടത്. ശബരിനാഥൻ പറയുന്നത് 6 പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും അന്വേഷണമുണ്ടോ? തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ 2 കുട്ടികളാണുള്ളത്. ബാക്കി ശബരിനാഥ് പറഞ്ഞിട്ടുള്ള 6 കുട്ടികളുണ്ട് എന്നുൾപ്പെടെ പറയുന്നുണ്ട്. 6 അതിലധികമോ അതല്ല ഏതൊക്കെ രീതിയിലാണുള്ളത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ നമ്മുടെ PTA യോഗം ചേരുന്ന സമയത്ത് വിളിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിടാൻ വേണ്ടി പോവുകയാണ്. ഉത്തരവിടും എന്ന നിലയ്ക്കാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഇന്നലെ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഉന്നതതല അന്വേഷണം ഉണ്ടാകും എന്ന നിലയ്ക്ക് കൂടി പറഞ്ഞിട്ടുണ്ട്. ആശുപത്രി എത്തിച്ച് ഉൾപ്പെടെ സ്കൂളിൽ പിന്നെ ടീച്ചേഴ്സാണ് ഇന്നലെ സംഭവം ഉണ്ടായ അപ്പോൾ തന്നെ തൊട്ടടുത്ത PHSയിൽ കുട്ടിയെ കാണിച്ചു. അതിനുശേഷം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നതും ഇന്നലെ രാത്രി 9 മണി വരെ അധ്യാപകരും അതുപോലെ തന്നെ PTA തന്നെയാണ് കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ അധ്യാപകർ എന്ന നിലയ്ക്ക് കൽപ്പറ്റ ലിയോ ഹോസ്പിറ്റലിൽ കുട്ടിയെ കാണുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. എന്തായാലും ഇതാണ് PTA വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഈ PTA ഭാഗത്തു നിന്ന് ഉണ്ട്. 7 ദിവസത്തിനകം റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തും അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് മൊഴി ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചിട്ടുണ്ട്. അന്വേഷണം ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ക്രിസ്റ്റീന. ശരി, വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സുർജിത്ത് അയ്യപ്പത്താണ്.